ഇന്ന് അടിപൊളി ഒരു ക്രാഫ്റ്റ് കണ്ടാലോ? അതും കാർഡ്ബോർഡ് കൊണ്ട് കളറൊന്നും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊന്ന്. അപ്പോൾ എങ്ങനെ തുടങ്ങല്ലേ? അതിന് നമുക്ക് ഇതുപോലെ ഒരു കാർഡ്ബോർഡാണ് ആവശ്യം. ഇനി നമുക്കതിനെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. കാണുന്നുണ്ടോ എന്നറിയില്ല, എന്നാലും ഒരു ഹാഫ് സർക്കിൾ പോലെ നമുക്കൊരു പൂക്കോട്ടയുടെ മോഡലിലേക്കാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് പീസ് കൂടി വേണം. അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് അടർത്തി മാറ്റിയെടുക്കാം. ഇനി അതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ മുറിച്ചെടുത്തതിനെ നമുക്ക് വീണ്ടും ഒരേ അളവിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി വീണ്ടും മുറിച്ചെടുക്കാം. കുറച്ചധികം മുറിച്ചെടുക്കണേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര കഷ്ണങ്ങൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങളെ നമുക്ക് ഓരോന്നായി ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ വേണേ ഓരോന്നും ഒട്ടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് മുഴുവനായിട്ടും ഒട്ടിച്ചെടുക്കാം. അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പുറത്തേക്ക് തള്ളി നിൽക്കുന്നതൊക്കെ ഒന്ന് വെട്ടി മാറ്റാം. അപ്പോൾ നമ്മുടെ കൊട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൂക്കളാണ് ഉണ്ടാക്കേണ്ടത്. അതിന് നമുക്ക് ഇതുപോലെ ഒരു ക്യാരി ബാഗ് എടുക്കുക. അതിൽ ഇഷ്ടമുള്ള അളവിൽ കുറച്ച് വട്ടങ്ങൾ വെട്ടിയെടുക്കുക. ഒരു പൂവുണ്ടാക്കാൻ നമുക്ക് 3 സർക്കിൾസാണ് ആവശ്യമായിട്ടുള്ളത്. അത് ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം അടിവശം ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും. ഇനി സൂചിയും നൂലും ഉപയോഗിച്ച് ഓരോ ഇതളുകളും തുന്നിച്ചേർക്കാം. മൂന്ന് ഇതളുകളും നമ്മൾ തുന്നി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി 2 സൈഡിലെയും നൂല് ഇതുപോലെ വലിച്ച് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. ഇനി ബാക്കി വന്ന നൂല് നമുക്ക് വെട്ടിക്കളയാം. ഇനി ഓരോ ഇതളുകളെയും ഇതുപോലെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂവിലേക്ക് പൂമ്പൊടി ഉണ്ടാക്കിയെടുക്കാം. അതിന് ഇതുപോലെ ഒരു യെല്ലോ കളർ ക്യാരി ബാഗിൻ്റെ പീസ് എടുക്കുക. അത് ഇതുപോലെ നടുമടക്കുക. ഇനി ചെറുതായി വെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചുറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൂമ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൂവിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ കുറച്ച് പൂക്കൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പൂക്കൾ നേരത്തെ ഉണ്ടാക്കിയതിലേക്ക് ഒട്ടിച്ചെടുക്കാം.
അങ്ങനെ പൂക്കളെല്ലാം നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുഞ്ഞു ബോ കൂടി വെച്ച് കൊടുക്കാം. ഇതും ക്യാരി ബാഗ് കൊണ്ട് ഉണ്ടാക്കിയത് തന്നെയാണ്. ബോ ഉണ്ടാക്കുന്ന വീഡിയോ ചാനലിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും വീഡിയോ എടുക്കാത്തത്. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.